ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റ് ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പം ഈസി ലേൺ 3D മലയാളത്തിന്റെ കോഴ്സിലേക്ക് സ്വാഗതം. കുറെ ആളെന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നാണ് ഈ ഈസി ലേൺ 3D മലയാളം, എന്നാണ് ഈ ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റ്. അതായത് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ 2015 രജിസ്റ്റർ ചെയ്ത ഒരു ഓൺലൈൻ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ചാനലും അതുപോലെ സ്റ്റുഡൻസ് ഫ്രീലാൻസ് സ്റ്റുഡിയോയും കൂടിയാണ്. ഇതിലെ കൂടി സ്റ്റുഡൻസിന് വർക്ക് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം സ്റ്റുഡൻസിന് ജോലിയാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊരു അനിമേഷൻ കോഴ്സ്, ഞാൻ പെയ്ഡ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന് കോഴ്സ് കൊടുത്തതിന് ശേഷം ഒരു 100% പ്ലേസ്മെന്റും നമ്മൾ കൊടുത്തോണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റുഡൻസിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം കൂടി പറയാം. ഈസി ലേൺ 3D മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോങ് ആയിട്ട് ഒരു പേര് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഈസി ആയിട്ട് ആൾക്കാർ വായിച്ചെടുക്കാൻ പറ്റില്ല. ഈസി ലേൺ 3D മലയാളം എന്ന് പറയുമ്പോൾ ഈസി ലേൺ 3D മലയാളം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ ഈസിയായി 3D സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം. അപ്പൊ നിങ്ങൾ രാത്രി ഇരിക്കാട്ടോ. രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി നല്ല ഏകാന്തതയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, ക്ലാസ് നോക്കി പഠിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബാസ്ക്കറ്റാണ്. ഒരു ബാസ്ക്കറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ ഈ സാധനം. അതായത് നമ്മൾ ആ മൈക്കിന്റെ ഒരു സംഭവം പഠിച്ചിട്ടില്ലേ, മൈക്കിന്റെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ ഒരു മടഞ്ഞെടുത്ത പോലെ ഉണ്ടോ, ഇതിൻ്റെ ബാക്കിൽ താഴേക്ക് നെറ്റ് കാര്യങ്ങളെല്ലാം ആക്കി വെച്ച് നമ്മളതിന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ ഇത് വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കവർ ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ ചിത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് തിക്നെസ് കൂട്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ നെറ്റിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഈ ബാസ്ക്കറ്റിൻ്റെ ചിത്രങ്ങൾ കുറേ കിട്ടും, അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഞാനിതൊന്ന് ന്യൂസിങ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. ആദ്യം കേഴ്സിൽ പോവുക, ഒരു കേഴ്സ് സർക്കിൾ ഇടുക. ഒരു സർക്കിൾ എടുത്തതിന് ശേഷം വളരെ ഈസിയാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെയ്ത് നോക്കണം. ഈ എപ്പിസോഡ് കാണുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നോക്കിക്കോ, ശ്രദ്ധിച്ചു. ഞാൻ ഏകദേശം ബാസ്ക്കറ്റിന് ഒരു സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം എത്രയാണ് അതിൻ്റെ റേഡിയസ് വരുന്നത് പറഞ്ഞാൽ ആ റേഡിയസിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആ റേഡിയസ് കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഇത് തിക്നെസ്, ഇതിൻ്റെ ഇത്ര തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ആ തിക്നെസ് കറക്റ്റായിട്ടും ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, താഴേക്ക് 2 വരുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ 2 ആയിട്ട് ചെയ്യുന്നില്ല. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അത് എൻ്റെ സ്റ്റൈലിൽ ചെയ്യാം. നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്തോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നമില്ല. ഇതെല്ലാം നമുക്കറിയാമല്ലോ. നമ്മൾ റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സിലിണ്ടർ വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്വിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, വളരെ സിമ്പിൾ ആയിട്ടാണ്. കാരണം നമ്മൾ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഈ അസറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത്തരം ഈ ബാസ്ക്കറ്റുകളെല്ലാം ടെക്സ്ചർ ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമല്ല 3D. അപ്പോൾ 3Dയിൽ നിന്ന് ചെയ്യാം, ടെക്സ്ചർ വെച്ചിട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കണം. ചില ആൾക്കാർ 3Dയിൽ ഇത് വെച്ചിട്ട് ആൽഫ വെച്ചിട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ദൂരത്ത് കാണുന്ന ഒരു സാധനം അങ്ങനെ ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണെങ്കിൽ നിങ്ങൾ കുറച്ച് അടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്യാമറ സൂം പിന്നെ ഫോക്കസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നിങ്ങൾ മോഡൽ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു, നമ്മൾ ഏകദേശം റേഡിയസ് കൊടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രിഡിന്റെ സെന്ററിൽ തന്നെ ആയിരിക്കണം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്രിഡിന്റെ സെന്ററിൽ നിർബന്ധമായിരിക്കണം. ഇപ്പോൾ ഇതിന് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വെർട്ടെക്സ് കൊടുത്താൽ എത്ര വെർട്ടെക്സുകൾ നമുക്ക് ഇതിലുണ്ട് ഒന്ന് നോക്കാമല്ലോ. നമുക്ക് ഇവിടെ 3 എണ്ണം, 3 2 5, 5 3 8, 8 എണ്ണം ഉണ്ട്. നമുക്കിത് വർക്ക് ചെയ്യണമെങ്കിലേ നമുക്ക് ഒരു സിഗ്സാഗ് പോലെ നമ്മൾ ഇത് ചെയ്തില്ലേ, മൈക്കിന്റെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ സിഗ്സാഗ് പോലെ ചെയ്ത് അത് അറ്റാച്ച് ചെയ്തിട്ടില്ലേ,
അപ്പോൾ അതുപോലെ ഒരു ഷേപ്സ് നമുക്ക് ഉണ്ടായിരിക്കണം, നല്ല കേവ്സ് ആയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നോക്കാം എങ്ങനെ ചെയ്യുന്നത്. നോക്കിയേ, നമ്മളിവിടെ ഇരിക്കുന്ന ഈ 8 വെർട്ടെക്സുകൾ നമുക്ക് പറ്റത്തില്ല. കാരണം 8 വെർട്ടെക്സ് ഞാൻ ഉദാഹരണം കാണിച്ചാൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഈ 8 വെർട്ടെക്സുകൾ നിങ്ങൾ എടുത്ത് ഇത് ഇങ്ങനെ ആക്കി ഇങ്ങനെ മാത്രമേ കിട്ടൂ. അപ്പോൾ നമുക്ക് കുറച്ച് റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 8 ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചിരുന്നത് കേവ്സിൽ പോവുക, നമ്മൾ റീബിൽഡ് ഓപ്ഷനിൽ പോവുക. ഇവിടെ റീബിൽഡിൽ റീസെറ്റ് ചെയ്യുക. റീബിൽഡ് കേവ്സ് ഓപ്ഷനിൽ റീസെറ്റ് ചെയ്യുക. നമുക്ക് എത്ര ഇല്ലേ, 8 ഉണ്ടല്ലേ വെർട്ടെക്സ്. ഞാനിവിടെ 32 കൊടുക്കുന്നു. അതായത് 32ഉം 8ഉം 40. അപ്പോൾ ടോട്ടൽ 40 ആയില്ലേ? മനസ്സിലായില്ലേ? റീബിൽഡ് ചെയ്യുക. അപ്പോൾ 40 ആയി. ഇനിയിപ്പോൾ വെർട്ടെക്സ് കൺട്രോൾ വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 40 വെർട്ടെക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 40 വെർട്ടെക്സിനെ നിങ്ങൾ ഇൻബിറ്റ്വീനായിട്ട് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് സിഗ്സാഗ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഞാനിതാ ഇവിടുന്ന് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് ഇൻബിറ്റ്വീനായിട്ട് ഇടവിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ആയില്ലേ? അതായത് ഇൻബിറ്റ്വീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതെവിടെ നിന്നെല്ലാം ഒന്ന് വിട്ടിട്ടുള്ള. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ സ്കെയിൽ ചെയ്യരുത്. ഈ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് ചെയ്യുക, ഉള്ളിലേക്ക് ചെയ്യുക. അത് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. പുറത്തേക്ക് ചെയ്യുക, ഉള്ളിലേക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഉള്ളിലേക്ക് ചെയ്താൽ ഇങ്ങനെ നിൽക്കും, പുറത്തേക്ക് ചെയ്താൽ ഇങ്ങനെ. നിങ്ങൾ പുറത്തേക്ക് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നന്ന വലിക്കരുത് കേട്ടോ, കുറച്ച് വലിച്ചാൽ മതി. കാരണം ഇത് നമ്മളൊരു കൂട്ട മെടഞ്ഞെടുക്കുന്ന രീതിയല്ലേ. അപ്പം അതിൻ്റെ സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യരുത്. മനസ്സിലായില്ലേ? ഏകദേശം ഒരു ഇപ്പോൾ പുറത്തേക്ക് എടുത്തോ, ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി, ഒരു വെടഞ്ഞ പോലെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഒബ്ജക്റ്റ് മോഡാക്കിയതിന് ശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. കൺട്രോൾ ഡി പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റൊട്ടേറ്റ് എപ്പോഴും റീസെറ്റ് ചെയ്യുക. അതായത് 0 ആയിരിക്കണം റൊട്ടേറ്റിന്റെ വാല്യൂ വരും. ഇനി എന്ത് ചെയ്യുക, റൊട്ടേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിനെ ഓപ്പോസിറ്റ്. നമ്മൾ മൈക്ക് ചെയ്യുമ്പോൾ സമയത്ത് പഠിച്ചിരുന്നു, നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്നൊരു കോപ്പി എടുത്ത് നോക്കുക. അതിനെന്ത് ചെയ്യുക, അതിൻ്റെ ഒരു നടുവിലേക്ക് കൂടി ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ, ഇതിൻ്റെയും രണ്ടിൻ്റെയും നടുവിലേക്ക് കൂടി കിട്ടുന്ന രീതിയിൽ അതിനെയും റൊട്ടേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതായത് ഇതിനെ നമ്മൾ പോളിഗൺ ഒബ്ജക്റ്റ് ആക്കി മാറ്റണം അല്ലേ? പോളിഗൺ ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ മോഡലിംഗ് മെനുവിൽ ജനറേറ്റിൽ പോവാ. നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം തന്നെ മൈക്കിന്റെ പഠിച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും കൂടി കാണിക്കുന്നത്. അതിന്റെ വേറൊരു സ്റ്റൈലിലാണ് കാണിക്കുന്നത് എങ്ങനെ ചെയ്യേണ്ടത്. കേവ് യൂട്ടിലിറ്റീസിൽ പോവാ. ഇവിടെ പോയി അറ്റാച്ച് ബ്രഷ് ടു കേവ്സ് പോവാം. അറ്റാച്ച് ടു കേവ്സ് ടു ബ്രഷിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഓരോ ഇത് നമ്മുടെ പോളിഗൺ സിലിണ്ടർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യുക, നമ്മൾ ഇതിന്റെ സ്ട്രോക്ക്, അതായത് ഗ്ലോബൽ സ്കെയില് നമ്മൾ കുറക്കുക. അതായത് ഇവിടെ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും സെലക്ട് ചെയ്യുക. നിങ്ങൾ സ്ട്രോക്ക് വരും. ഇവിടെ ബ്രഷ് 2 അതിന്റെ ഓപ്ഷനിൽ ഗ്ലോബൽ സ്കെയിൽ. എനിക്ക് ഇവിടെ 2 മതി കേട്ടോ, ചെറുത് മതി, 2 മതി. നിങ്ങളെ തിക്നെസ് നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണമെന്നില്ല. ഇതിന്റെ തിക്നെസ് എത്രയാണെന്ന് വരുന്ന പോലെ നിങ്ങൾക്കിപ്പോ പോരാ, 2 പോരാ, 4 വേണമെന്ന് പറഞ്ഞാൽ 4 കൊടുക്കുക. മനസ്സിലായില്ലേ? എനിക്ക് ഇവിടെ 2 മതി, എനിക്കത് മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തെടുത്തു 2 കൊടുത്തു. അടുത്തെടുത്തു ഞാൻ 2 കൊടുത്തു. ഉണ്ടോ, എല്ലാത്തിനും ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഞാൻ നോക്കി. ടോപ്പ് വ്യൂവിൽ പോയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. അത് നമുക്ക് നോക്കാട്ടോ, നമുക്ക് നോക്കിയിട്ടെല്ലാം ക്ലിയർ ചെയ്താൽ മതി. കണ്ടോ, കറക്റ്റ് ഇതുപോലെ മടഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ചിരുന്നല്ലോ ഇതിന് കൺവേർട്ട് ചെയ്യണ്ടേ. ഇതിപ്പോൾ പെയിന്റിലല്ലേ ഉള്ളത്. അപ്പോൾ പെയിന്റിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം. മോഡിഫൈയിൽ പോവുക, നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് എന്ത് ചെയ്യണം, പോളിഗൺ. ഇത് പെയിന്റ് അല്ലേ, അപ്പൊ പെയിന്റ് എഫക്ട് ടു പോളിഗൺ, പോളിഗണിലെ ഓപ്ഷനിൽ പോവുക. ഒന്ന് എഡിറ്റ് റീസെറ്റ് ചെയ്യുക. ഇവിടെ കോഡ് ഔട്ട്പുട്ട് നമ്മൾ പഠിച്ചിരുന്നു. മൈക്കിന്റെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതിൽ ഈ ഓപ്ഷൻ ഞാൻ പഠിപ്പിച്ചതാണ്. കോഡ് ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 0 കൂടി, പോളി ലിമിറ്റ് എത്ര വേണ്ട, ഒരു 0 കൂടി കൊടുത്തിട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, എഡിറ്റ് പോയിട്ട് ഡിലീറ്റ് പൈ ടൈപ്പ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക.
ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായ വിൻഡോയിൽ ഔട്ട്ലൈനിൽ പോയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത് ഇത്രയും ഭാഗങ്ങൾ മാത്രം വെച്ചാൽ മതി. അതായത് ഇവിടുന്ന് ഇവിടെ കാണുന്ന സ്ട്രോക്കിന്, ഇത്രയും സ്ട്രോക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും സ്ട്രോക്ക് നമുക്ക് പിന്നീട് ആവശ്യം വരും കേട്ടോ. പിന്നീട് ആവശ്യം വരുന്നുണ്ടായിട്ട് ഇതിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയും ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമുക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഈ 3 സാധനങ്ങൾ എനിക്ക് വീണ്ടും വേണമെങ്കിൽ എനിക്കത് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം? വീണ്ടും ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ മടി പിടിക്കണ്ട. ഞാനതെല്ലാം കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ 3 സാധനത്തിന് സെലക്ട് ചെയ്യുക. നിങ്ങൾ എഡിറ്റ് പോവുക, അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് മെഷായിട്ട് വരും. കണ്ടോ? മെഷായിട്ട് വരും. ഇനി എന്ത് ചെയ്യണം? ഇതിനൊരു കളറില്ല, കാരണം ഇത് ബ്ലാക്ക്. ഇതൊരിക്കലും നിങ്ങൾ പോയി റിവേഴ്സ് കൊടുത്താൽ ഇത് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാറോ? ഇത് സെലക്ട് ചെയ്തിട്ട് ഈ പോളിഗൺസിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിക്കോ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവിടെ പഠിച്ച മൈക്കിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതാ പറഞ്ഞ എല്ലാ എപ്പിസോഡും കാണണം. ഞാൻ എല്ലാം കണക്റ്റഡ് ആയിട്ട് പറയുന്നത്. ആസ് സെയിം ഇവിടെ ഫേവറേറ്റ് മെറ്റീരിയൽ പോയി ബ്ലിന്ന് കൊടുക്കുക. നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിന്റെ അറ്റത്ത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചെറിയൊരു പൊട്ടലെല്ലാം എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം ഈ സർക്കിള് നമുക്ക് നോക്കാം അത് എങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പം ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം എടുത്തു. ഇത് താഴെയിലെ ഭാഗം. ഇപ്പൊ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല താഴെയിലെ ഭാഗം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്വല്പം ഒന്ന് പൊന്തിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ പൊന്തിക്കുന്നുണ്ട്. ഇതൊന്ന് പൊന്തിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് പൊന്തിക്കുക. അത് നമ്മൾ ഈ ലൈനിൽ പോയിട്ട് നോക്കിയാൽ മതി. ഏകദേശം നമ്മൾ ഈ ഒരു സൈസിൽ പോയിട്ട് നോക്കുക. ഇവിടെ ഇത്ര പൊന്തിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്ര പൊന്തിച്ചിട്ടുണ്ട്. പൊട്ടുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഗ്യാപ്പ് വേണ്ട. ഇവിടെ നമ്മൾ ഗ്യാപ്പ് വേണ്ട. ഇനി ടോപ്പ് വ്യൂവിൽ പോയിട്ട് നോക്കാം കറക്റ്റ് ആണോ. ഓക്കെ, ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവണം നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആണോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം അറിയോ? നമ്മൾ ഈ മടക്ക് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തില്ലേ? ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു നമ്മൾ. ഇത് ഈ കാണുന്ന ഈ ഒരു സാധനം നമ്മൾ എക്സ്ട്രാ കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ചെറുത് മാത്രമാണ്. തിക്നെസ് കൂട്ടിയിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യും. ഓക്കെ. അപ്പൊ ഞാൻ ഇത് ഹിസ്റ്ററിയിലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ നിർബന്ധമായിട്ട് നിങ്ങൾ ചാനൽ ബോക്സിൽ നോക്കണം കേട്ടോ. 0 ആകുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം മെഷ് കൂടുതലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പോളി മോഡലിംഗ് എടുക്കുക. ഞാൻ ഇനി എന്ത് ചെയ്യുക? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ നീളമില്ലേ അല്ലേ? ഒരു കൂട്ടം അടഞ്ഞെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നല്ല സാധനം വേണ്ടി വരും. അപ്പൊ നീളമില്ല സാധനം ഉണ്ടാക്കിയെടുക്കും. ആ നീളമില്ല സാധനം ഞാൻ കുറച്ച് അടുപ്പിച്ചാക്കി വെക്കുന്നു കേട്ടോ. എനിക്ക് കുറച്ച് അടുപ്പിച്ച് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് എന്ത് വേണം എടുക്കാം കേട്ടോ. സിലിണ്ടർ എടുക്കുക, ഇതെടുക്കുക. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യൂബാണ്. ആ ക്യൂബ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഈ ക്യൂബിനെ സ്കെയിൽ ചെയ്തു. ഇതിനെ ഞാൻ ഒന്നും കൂടി ഞാനൊന്ന് ഇതാക്കി. അതായത് നീളം, അതായത് ഇത് ഇവിടെ കൂടി ഞാൻ കണ്ടോ. ഈ ഒരു ഭാഗം കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്യും. ഇത്ര മതിയാണ്. ഇത്ര ആയാലും മതി. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഇത്ര ഏകദേശം ഇത്ര ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയാം? ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇത് ഡിയും ബിയും പ്രസ് ചെയ്ത് ഇതിനെ നമ്മൾ ഇതിലേക്ക് താഴേക്ക് വെച്ച് നമ്മൾ സാധാരണ എപ്പോഴും പഠിച്ചിരിക്കുന്ന പോലെ ഞാനിത് കുറച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട്. താഴോട്ടോ നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ വെച്ചു പോട്ടെ. ഇതിനെ സ്കെയിൽ ചെയ്യാം. എത്ര നീളം വേണ്ടത് നിങ്ങൾക്ക്? വിക്കർ ബാസ്ക്കറ്റ് എത്ര നീളമുണ്ട് ആ ബാസ്ക്കറ്റിന്റെ നീളത്തിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര മതി കേട്ടോ. ഇത്ര മതി. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എന്നാ തോന്നുന്നു അതുപോലെ ചെയ്തു. ഓക്കെ, ഇത്ര മതി. ഇനി എന്ത് ചെയ്യാം? കുറച്ചും കൂടി നീളം കൂട്ടിയേക്കാം അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ സപ്പോർട്ടിങ് എഡ്ജെല്ലാം വരക്കാം. സപ്പോർട്ടിങ് എഡ്ജസും കാര്യങ്ങളെല്ലാം വരച്ച് നമ്മൾ ഇതിനെ ലെവലാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ടച്ച് പ്രസ് ചെയ്യുക. നമ്മളിതിന് സപ്പോർട്ടിങ് എഡ്ജസ് വരക്കാനാണ് പോകുന്നത്. എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? മൊത്തം എഡ്ജസിനെ സെലക്ട് ചെയ്യുക. ബിവൽ എഡ്ജസ് കൊടുക്കുക. ബിവൽ എഡ്ജസിന് സെഗ്മെന്റ്സ് ഒന്നും കൊടുക്കണോ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആവുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് വേണം അല്ലെ? ഹൈറ്റ് സെഗ്മെന്റ്സ് വേണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻസെർട്ട് എഡ്ജ് ലൂപ്പിൽ പോവുക. എഡിറ്റ് വർക്ക് ആവില്ല, അതുകൊണ്ട് മൾട്ടിപ്പിൾ എഡ്ജസ് ലൂപ്പിൽ പോവുക. നമ്മളൊരു 20 കൊടുക്കുക കേട്ടോ. 20 കൊടുക്കുക. ഞാനൊരു 20 കൊടുത്തിട്ടുണ്ട്. 20 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ? ഹൈറ്റ് സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഓരോയിടത്തും പ്ലേസ് ചെയ്യാം. എങ്ങനെ പ്ലേസ് ചെയ്യാം?
നോക്കിയേ 4 അടിച്ചിട്ടുണ്ട്. നേരെ പോവാം. ഇവിടെ കേട്ടെ, ഇവിടെ കേട്ടെ. അത് ഇതിൻ്റെ ഉള്ളിലാണെന്നൊന്നും ചിന്തിക്കണ്ട, അത് അവിടെ വെക്കട്ടെ, എന്നാലേ അത് സ്റ്റൈലായിട്ട് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഇതെല്ലാം ഒന്ന് ചുരുക്കിയിട്ടുള്ള നിങ്ങൾ ലെവൽ ചെയ്യുക. ഓക്കെ, ഇത് എത്ര വേണ്ടതെന്ന് ചുരുക്കിയിട്ടുള്ള ലെവൽ. നിങ്ങൾക്ക് ഇതിന് കറക്റ്റായിട്ട് ഒരു ഹോൾഡ് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ടെ, പ്രശ്നമില്ല. ഈ സെൻറ്റർ കിട്ടണമെന്നില്ലല്ലോ നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഡിയും വിയും പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രിഡ് പോയിന്റ്, സോറി ഡിയും വി അല്ല, തെറ്റിപ്പോയി എടുക്കുന്നത്, ഡിയും എക്സും ആണ്. പ്രസ് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുണ്ടോ, കണ്ടോ, ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്യും. ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്യുക. അപ്പോൾ ഈ 3 നമുക്ക് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഓരോ ഹോളിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. എന്നിട്ട് വെച്ചിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ നമ്മളെന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഈ ലാസ്റ്റ് വരുന്നത് തൊട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ചാൽ മതി കൺട്രോൾ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ കിട്ടി, കണ്ടോ, ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി വളരെ ഈസിയാണ്. നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ ഇതിനെ ഈ 3 സെലക്ട് ചെയ്യുക. 3 സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് സേവ് ചെയ്ത് നോക്കട്ടെ. ഞാനിവിടെ ഓക്കെ, ഞാൻ ഇവിടെ സേവ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഞാൻ W പ്രസ് ചെയ്തു, കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ, ഇപ്പം തന്നെ അതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നുണ്ട്, അതിക്കുന്ന സ്റ്റൈൽ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചത്. കണ്ടോ, സ്റ്റൈൽ വരുന്നുണ്ടോ, മടഞ്ഞെടുത്ത പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എന്നില്ലേ, നമ്മൾ ആ മൈക്കിന്റെ പഠിച്ചിട്ടില്ലേ, അപ്പം നേരെ നമ്മളെ ഇതിന് വെച്ച് നമുക്ക് എന്തുണ്ടാക്കി എടുക്കാം. മൈക്ക് തന്നെ ഇപ്പൊ കണ്ടോ, അത് മടഞ്ഞെടുത്ത പോലെ നമുക്ക് ഒരു കൂട്ടം ഉണ്ടാക്കിയെടുത്തു നമ്മൾ. ഇനിയാണ് ഇതിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഹിസ്റ്ററി അങ്ങ് ഡിലീറ്റ് ചെയ്യണേ. നിർബന്ധമായിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണം. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. നിങ്ങളുടെ സിസ്റ്റം ഹാങ് ആവാത്ത രീതിയിൽ പറ്റാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, മോഡിഫൈയിൽ പോയിട്ട് സെൻറ്റർ പിവിറ്റ് ചെയ്യുക. ഓക്കെ, മോഡിഫൈയിൽ പോയി സെൻറ്റർ പിവിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മോഡിഫൈയിൽ പോയി സെൻറ്റർ പിവിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്മൂത്ത് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യും. കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യും. വീണ്ടും നമ്മളിതിനെ സ്മൂത്ത് ചെയ്യും. കുറച്ച് സമയം പിടിക്കും സ്മൂത്ത് ചെയ്യുമ്പോൾ. കാരണം പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോന്നും 1 by 1 സ്റ്റെപ്പായിട്ട് ചെയ്യും. ഓക്കെ, സ്മൂത്ത് ചെയ്യും. ഇനി നമുക്കിതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സ്മൂത്ത് ഔട്ട് ചെയ്യൂല. കാരണം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മെഷിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നിർബന്ധമായി നിങ്ങൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഡിലീറ്റ് അല്ല, 0 ആയിട്ടുണ്ട് ഹിസ്റ്ററി. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയില്ല, ഇതിനൊരു ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ആവശ്യം വരും. അങ്ങനെ ആവശ്യം വരുന്നത് നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിവിടെ നോക്കിയേ, ഇവിടെ ഡിഫോമില് എഴുതി വെച്ചോ. ഡിഫോമില് നിങ്ങൾക്ക് ചെയ്ത് നോട്ടാക്കിയിട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ. ഡിഫോമിൽ പോവാ, നോൺ ലിനിയറിൽ പോവാ. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലെ. ട്വിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റാൻ ഇവിടെ സ്ക്വാഷ് എടുക്കുക. സ്ക്വാഷ് ഇവിടെ ഒന്ന് റീസെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കൺട്രോൾ എ അടിക്കുക. അടിച്ച് നമുക്ക് ഇവിടെ സ്ക്വാഷ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്ക്വാഷിൽ കുറേ സാധനമുണ്ട്. എൻവലപ്പ് ഉണ്ട്, ഫാക്ടർ ഉണ്ട്, എക്സ്പാൻഡ് ഉണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇത് മാക്സ് എക്സ്പാൻഡ് പോസ്റ്റ് മുകളിലോട്ട് നമുക്ക് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നോക്കാം. ഇവിടെ വാല്യൂസ് ഇല്ല. ഫാക്ടർ എടുക്കുക. കണ്ടോ, ഫാക്ടർ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. ഷേപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അധികം ഈ ഷേപ്പിനെ ഒടിക്കരുത് കേട്ടോ. ഒടിച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടി വൃത്തിയടങ്ങി. മനസ്സിലായില്ലേ? ഏകദേശം ഒരു ഷേപ്പിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ലോ ബൗണ്ട് ഉണ്ട്. കണ്ടോ, ലോ ബൗണ്ട്
ഹൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ലോ ബോണ്ട് ഹൈ ബോണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു മടക്ക് കിട്ടും. കണ്ടോ, ഇവിടെ ഒന്നൊരു സെറ്റായില്ലേ. അതുപോലെ നമുക്ക് ഹൈ ബോണ്ട് കണ്ടോ, ഹൈ ബോണ്ടിൽ ഞാൻ കുറച്ച് കൊണ്ടുവച്ചു. ഓക്കെ, ഹൈ ബോണ്ടിൽ കൊണ്ടുവച്ചു. ഞാനിവിടെ എക്സ്പാൻഡ് കണ്ടോ, എക്സ്പാൻഡ് ചെയ്യണ്ട. കണ്ടോ, ഇവിടെ നമുക്ക് എൻഡ് സ്മൂത്ത് കണ്ടോ, ഇവിടെ എൻഡ് സ്മൂത്ത് ഉപയോഗിക്കണ്ട നിങ്ങൾ കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നേ. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ കൂട്ടുകാരെ ഈ ഒരു ഭാഗം ഇത്ര വരെ മടഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, മുകൾ ഭാഗം ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, താഴെ ഭാഗം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വെക്കാൻ പറ്റും കേട്ടോ, ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്, പെട്ടെന്ന് ക്രാഷ് ആയി പോകാൻ സാധ്യത. ഇനി എന്ത് ചെയ്യാറിയോ, ഇതിനെ ഒന്നും കൂടി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നും കൂടി എടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തു, എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി കളഞ്ഞു. അതായത് ഇതിനെ ആ പഴയ മോഡലിൽ തന്നെ ആക്കി. ഇനി വീണ്ടും ഞാൻ ഇതിനെ ഡിഫോമറിൽ പോയി നോൺ ലിനിയറിൽ പോയി ഞാൻ ഇതിനെ സ്ക്രാച്ച് ചെയ്യുന്നു. സ്ക്രാച്ച് കൊടുത്ത് ഞാൻ ഇതിന് മുകളിലോട്ട് വെച്ചു. കണ്ടോ, ഇവിടെ പോയി നിങ്ങൾക്ക് ഫാക്ടറി ചെയ്യാം. ഫാക്ടറി ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതെല്ലാം നോക്കണം കേട്ടോ. ഫാക്ടറി ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ താഴെ അതുപോലെ 0 ലെവലിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഹൈ ബോണ്ട് ചെയ്യും. എപ്പോഴും ചെയ്യുന്ന സമയത്തില്ലേ നിങ്ങൾ കൺട്രോൾ പ്രസ് ചെയ്യണം കേട്ടോ. കൺട്രോൾ പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കയറി പോകാൻ സാധ്യതയുണ്ട്. എക്സ്പാൻഡ് ഫാക്ടറി കണ്ടോ, അതുപോലെ ചെറിയ കൂട്ടം കണ്ടോ ചെറിയ കൂട്ടം അടഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ആ മടക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ ഇവിടെ ഞാനൊരു മടക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു മടക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹിസ്റ്ററി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നേ. ഹിസ്റ്ററി വെക്കണ്ട. ഇത്തരം കാര്യത്തിന് ഹിസ്റ്ററി അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നല്ലതായിട്ട് നിൽക്കും. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇതിന്റെ ഉൾഭാഗം ചെയ്യണ്ടേ. ഇതിന്റെ ഉൾഭാഗം ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. ഇത് ഞാൻ സേവ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗം ചെയ്യാൻ വേണ്ടി ഞാൻ കേവ് സർഫസസ് എടുത്തിട്ടുണ്ട്. അതിൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലേ, നമ്മൾ രണ്ട് രീതി ചെയ്യണം. ഒന്ന് ഇങ്ങോട്ടും ഇല്ലതും ചെയ്യണം, നമ്മൾ ഇത് ഇങ്ങനെയുള്ള മടക്കം ചെയ്യണം. ആദ്യം നമുക്ക് അത് ചെയ്യാം കേട്ടോ, എന്നാലേ കുറച്ചും കൂടി. അതിന് എങ്ങനെ അളവെടുക്കുന്നത്, നിങ്ങൾ ഇവിടുന്ന് അതായത് ഈ കേവ്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് നമ്മൾ മൈക്ക് ചെയ്ത് അതേ മെത്തേഡ് തന്നെ ചെയ്യാം. കണ്ടോ, എക്സ് പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടെ കൊണ്ടുപോയി ഇവിടെ വരച്ചു. ലിനിയർ ആയിരിക്കണം. നിങ്ങൾ ലിനിയറിൽ ചെയ്യണേ. ലിനിയർ റീസെറ്റ് ചെയ്താൽ ചിലപ്പോൾ ക്യൂബിക്കിലേക്ക് പോകാറുണ്ട്. ലിനിയറിലേക്ക് ചെയ്യാം. എക്സ് പ്രസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ റെഡി. എന്ത് ചെയ്തു അറിയാം,
ഞാൻ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തു, ഇതിനെ ഒന്ന് ചെറുതാക്കി വെച്ചു, വളരെ ചെറുത്. എന്നിട്ട് ഇങ്ങനെ ഏകദേശം ഒരു ലെവലിൽ വെച്ചു. ഇനിയിപ്പോൾ അത് നമുക്ക് 2 ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറിയാം, സ്കെയിൽ ചെയ്താൽ മതി കേട്ടോ. രണ്ടും പിടിച്ച് സ്കെയിൽ ചെയ്താൽ അത് 2 തുല്യമായിട്ട് കിട്ടും. അതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ മൂവ് ടൂൾ എടുത്തുമ്പോൾ ചിലപ്പോൾ തുല്യമായിട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഒബ്ജക്റ്റ് മോഡാക്കി ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകും, പുറത്തേക്ക് വരുന്ന രീതിയിൽ കേട്ടോ. എന്നിട്ട് അത് എന്തിനാന്ന് മനസ്സിലായില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണ്ടേ, നമ്മൾ ഈ കൂട്ട ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കവറിങ് വേണ്ടേ. ആ കവറിങ് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ഈ കൂട്ട ഇത് ചെയ്തു, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഒന്ന് ലെവലാക്കി വരണം, എന്നാൽ മാത്രമേ അത് ലെവലാവും. ഓക്കെ, ഇതെന്താ, അത് വേണ്ട, നേരത്തെ വരച്ച് വെച്ച സാധനം എല്ലാം ഒഴിവാക്കും. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് DV പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് സ്നാപ്പ് ചെയ്യുക. എന്നിട്ട് Ctrl D പ്രസ് ചെയ്യുക. എന്നിട്ട് അതിന് കറക്റ്റ് ചെയ്ത് വെക്കുക. അവിടെ Shift D പ്രസ് ചെയ്യുക. Shift D മൈക്കിൻ്റെ ചെയ്തത് എല്ലാവർക്കും ഓർമ്മയില്ലേ, അതുപോലെ ചെയ്താണ്. ഓക്കെ, Shift D പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചത് തന്നെ, കേവ്സിൽ പോവുക, അറ്റാച്ചിൽ പോവുക. അറ്റാച്ച് പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ഓക്കെ, എഡിറ്റ് ഇത് സെലക്ട് ചെയ്യുക, കേവ്സിൽ പോയി അറ്റാച്ച് ചെയ്യുക. അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. ഒന്നാമത് പ്രശ്നം ഒന്നും അറിയില്ല, നമ്മൾ നോക്കാം. സെലക്ട് ചെയ്ത് അറ്റാച്ചിൽ പോയി, അറ്റാച്ചിൻ്റെ ഓപ്ഷനിൽ പോയി ഒന്ന് റീസെറ്റ് ചെയ്യും. അറ്റാച്ചിൽ റീസെറ്റ് ചെയ്തു. വിൻഡോയിൽ ഔട്ട്ലൈനിൽ പോവാം. അറ്റാച്ച് ചെയ്തത് തെറ്റാട്ടോ. അറ്റാച്ച് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്യും. അറ്റാച്ചിൻ്റെ ഒന്നും കൂടി നമ്മൾ ചെയ്യും. അറ്റാച്ചിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്തു, ലിനിയറിൽ പോയി എക്സ് പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു. അവിടെ എക്സ് ഇവിടെ പ്രസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇങ്ങനെ ചെറുതാക്കാം കേട്ടോ, ഇങ്ങനെ ചെറുതാക്കിയാൽ മതി. സ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കിയാൽ മതി. നിങ്ങൾ മൂവ് ടൂൾ എടുത്തിട്ട് വെർട്ടെക്സ് പിടിക്കണ്ട. ഓക്കെ, ഇവിടെ വെച്ചു. DV പ്രസ് ചെയ്തു, Ctrl D, ഇതിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, കുറച്ചും കൂടി ഓക്കെ. Shift D, പ്രസ് ചെയ്തു. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തു, കേവ്സിൽ പോയി അറ്റാച്ച് കൊടുക്കും. ഇപ്പം അറ്റാച്ച് ആയിട്ടുണ്ട്. നേരത്തെ അറ്റാച്ച് ആയിട്ടുണ്ടായിട്ടില്ല, എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. വിൻഡോയിൽ ഔട്ട്ലൈനർ പോയിട്ട് നമ്മൾ അറ്റാച്ച് മാത്രം വെച്ചാൽ മതി. ഇത്രയും കേവ്സിനെ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ഇത് മാത്രം മതി. ഇതിനെന്ത് ചെയ്യുക, അടുത്തത് നമ്മൾ കേവ്സിൽ പോയി നമ്മളിതിനെ എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യും. നമ്മൾ പഠിച്ചിരുന്നല്ലേ, എഡിറ്റ് പോയി റീസെറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു സിഗ്സാക്ക് എന്നുള്ളത് ഒരു കേവ് ഷേപ്പിൽ കിട്ടണം നമുക്ക്. അതിനൊരു 50 കൊടുത്തിട്ട് റീബിൽഡ് ചെയ്തു. കണ്ടോ, ഇതുപോലെ കിട്ടണം. മൈക്കിൻ്റെ പഠിച്ച് അവർക്ക് മനസ്സിലാവും. Ctrl D പ്രസ് ചെയ്യുക, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇതിനിങ്ങനെ ആവും. ഓക്കെ, ഇനി ഒന്നും പഠിക്കാനില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കിക്കോ. ഇത് ചെയ്യുമ്പോൾ ഒരു സംഭവമുണ്ട്. നമ്മൾ ചെയ്യുന്നതിനൊരു ഇത് കാര്യമുണ്ട്. നമ്മളിത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ, പുറത്തേക്ക് അധികം പോകാതെ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാൻ നോക്കിയേ. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം തന്നെ ജനറേറ്റ് പോവുക, കേവ് യൂട്ടിലിറ്റീസിൽ പോവുക, അറ്റാച്ച് ബ്രഷ് ടു കേവ്സിൽ പോവുക. ഇതിന്റെ ലെവലിനെ ഒന്ന് 1 ആക്കുക. ഇതിന്റെ വാല്യൂസ് എന്ത് ചെയ്യുക, 1 ആക്കി മാറ്റും. ഇത്ര തിക്നെസ് വേണ്ടല്ലോ. സെലക്ട് ചെയ്യുക, നമ്മുടെ വാല്യൂസ് എന്ത് ചെയ്യുക, ഇവിടെ ഡിഫോൾട്ട് ബ്രഷിൽ പോയി ഇതിനെ 1 ആക്കി വെക്കുക. 1 വേണ്ട കേട്ടോ, കുറച്ചും കൂടി തിക്നെസ് കൊടുക്കാം. നമുക്കൊരു 3 കൊടുത്താലോ. അയ്യോ, ഇത് വളരെ കൂടുതലായി. 2 കൊടുക്കും. 2 മതി. നമ്മൾ 2 ആണെന്ന് നേരത്തെ കൊടുത്തു തോന്നുന്നു. അപ്പം 2 കൊടുത്തു.
ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ അടുത്തത് മുട്ടിച്ച് വെക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് ആക്കി വെക്കും. ഏകദേശം ഇത്ര മതി. ഓക്കെ, എന്ത് ചെയ്യണം എന്നാ പഠിച്ചത്, ഇതിനെ സെലക്ട് ചെയ്യുക. ഞാൻ ഓൾ ടച്ച് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൺഫ്യൂസ് വരാതിരിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, മോഡിഫൈ പോയി കൺവേർട്ട്, നമ്മൾ ഏതിൽ പോകും, പെയിന്റ് എഫക്റ്റ് പോളിഗണിൽ പോയി നമ്മളിതിനാ ഇവിടെ വാല്യൂ ഉണ്ട് കേട്ടോ നേരത്തെ കൊടുത്തത്, അതുപോലെ കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, ഇതിനെ സെലക്ട് ചെയ്തിട്ട് അസൈൻ ന്യൂ മെറ്റീരിയൽ, അസൈൻ എക്സിസ്റ്റിംഗ് അല്ല, അസൈൻ ന്യൂ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ, സെയിം സാധനം കൊടുക്കുക, നേരത്തെ കൊടുത്തതിന്റെ സെയിം സാധനം. ഇത്ര കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യുക, ഇതിന് ഗ്രൂപ്പ് ചെയ്യുക കേട്ടോ, ഈ രണ്ടെണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യുക. ഈ രണ്ടിനും ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കണം കേട്ടോ, ഇത് മുട്ടിക്കിടക്കുന്നു. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഓക്കെ, ഇപ്പോൾ അത് ഓക്കെ. എന്നിട്ട് ചെയ്യുക എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, നമ്മൾ ആ കേവ്സ് അവിടെ ഉണ്ടോ നോക്കണം കേട്ടോ. ഈ രണ്ട് സ്ട്രോക്ക് ഉണ്ടോ, ഈ രണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യുക, കാരണം രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയാം, നമ്മൾ ഇതിനെ നമ്മൾ രണ്ട് കമ്പൈൻ ചെയ്യുക, രണ്ടെണ്ണത്തിന് എടുത്തിട്ട് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തതിന് ശേഷം ഇവിടെ നോക്കണം കേട്ടോ, നമ്മൾ ലൈൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല, ലൈൻ എവിടെയെങ്കിലും ഉണ്ടോ. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ രീതിയിൽ കേട്ടോ, അധികം പോകരുത്, ചെറിയ രീതിയിൽ ഒന്ന് അതിനെ മടക്കി വെക്കും. മുകളിലോട്ട് പൊന്തിക്കണ്ട, ആ ലെവലിൽ തന്നെ. എന്നിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക, ഇങ്ങനെ പോകും കേട്ടോ, ഇങ്ങനെ പോകണം. ലാസ്റ്റിൽ എപ്പോഴും നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കേണ്ടി വരും കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ ഇത് ഉള്ളിലോട്ട് വരുന്ന സാധനമാണ്, ഇത് പുറത്തേക്ക് കാണുന്നത് നിങ്ങൾ ഉള്ളിലോട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് അത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ക്ലിയർ ചെയ്യും. ഇത് തിരിച്ചിടേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനങ്ങ് സെലക്ട് ചെയ്യുക, നമ്മൾ എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തതിന് ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചിടാൻ എന്ത് ചെയ്യുക, തിരിച്ചിടാം. റൊട്ടേറ്റ് എന്ത് ചെയ്യണം, 90 ഡിഗ്രി സ്നാപ്പ് കൊടുക്കണം അല്ലേ, 90 ഡിഗ്രി സ്നാപ്പ്, 90 ഡിഗ്രി സ്നാപ്പ് കൊടുത്തിട്ട് ഇതിനെ തിരിച്ചിടാം. ഇങ്ങനെ വരണം കേട്ടോ, ഉള്ളിലോട്ട് വരണത്, പുറത്തേക്ക് വരരുത്, ഇത് ഉള്ളിലോട്ട് വരണം. ഉണ്ടോ, ഇങ്ങനെ വരണം, ഇത് ഉള്ളിലോട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി നമുക്ക് നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ അതേ പറ്റുന്നു, മനസ്സിലായില്ല. അതിൻ്റെ ഉള്ളിൽ റിങ് വരുവേ, റിങ്ങും കൂടി വന്നാലേ നീറ്റ് ഉണ്ടാവും. അപ്പൊ അതവിടെ കിട്ടെ, ഇത് കുറച്ച് പൊന്തിച്ചു വെക്കാം. ഈ സാധനം നമുക്ക് വേണ്ട, നമുക്ക് ക്ലിയർ ചെയ്യാത്. ഇത് വേണ്ട, അത് ഒഴിവാക്കാം. ഈ സാധനം വേണ്ട, ഏതാന്ന് നമ്മൾ ഈ ലൈൻ വേണ്ടത്, അതവിടെ കിട്ടെ. സേവ് ചെയ്തോട്ടെ, ഫയൽ സേവ്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇനി നമ്മൾ ഒരു സർക്കിൾ എടുത്തിട്ട് നേരത്തെ അതുപോലെ തന്നെ ഒന്നുകൂടി മടക്കിയെടുത്ത് ചെയ്യണം. കാരണം ഒത്തിരി മെഷ് വേണ്ടി വരും. ഇത് ചെറുത് ഞാൻ കുറെ മുട്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അടുപ്പിച്ച് ചെയ്യുന്നു. ഓക്കെ, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ ഒരു കേവ് എടുത്തിട്ടുണ്ട്, ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ആ സർക്കിളിന് ഞാൻ ഏകദേശം ഒന്ന് അളവ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്ര മതിയാൽ മതി. ഈ ഒരു ഏകദേശം അളവിൽ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഞാൻ അത് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതാണ്. ഇവിടെ കേവ്സിൽ പോയി നമ്മൾ റീബിൽഡ് ഓപ്ഷനിൽ പോയി നമ്മൾ ഇതിനെ എത്ര കൊടുക്കേണ്ടത്, 38 അല്ലേ, 38 അല്ല 32 അല്ലേ, 32 അല്ലേ, 40 ആക്കണമെങ്കിൽ 8 ഇതിലുണ്ടല്ലോ. ഓക്കെ, റീബിൽഡ്. എന്നിട്ട് കൺട്രോൾ വെർട്ടെക്സ് എടുക്കുക. എന്ത് ചെയ്യണം, ഹോറിസോണ്ടൽ ആദ്യം സെലക്ട് ചെയ്യുക. ഹോറിസോണ്ടലും വെർട്ടിക്കലും ആദ്യം സെലക്ട് ചെയ്യുക. ഹോറിസോണ്ടലും വെർട്ടിക്കലും ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ, ഹോറിസോണ്ടലും വെർട്ടിക്കലും സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് ഇൻ ബിറ്റ്വീൻസ് ആയിട്ട് ഓരോ വെർട്ടെക്സും ഇങ്ങനെ സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിയിൽ പറയും, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്തു. ഓക്കെ, അവിടെ പോയി എല്ലാം ഇൻ ബിറ്റ്വീൻസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ പിടിച്ച് മനസ്സിലാവും. ഇൻ ബിറ്റ്വീൻ അല്ലേ, അതെ, ഇൻ ബിറ്റ്വീൻ. അപ്പം ഞാൻ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കരുത്, ഞാൻ ഉള്ളിലോട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ്
റീസെറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. 2 മതി കേട്ടോ, 2 3 മതി, നിങ്ങൾ ഇഷ്ടം പോലെ. ഞാൻ 2 എടുത്തിട്ടു. ഇനി എന്ത് ചെയ്യുക, ജനറേറ്റ് പോയി നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേവ്സ് യൂട്ടിലിറ്റീസ് പോയി, അറ്റാച്ച് ബ്രഷ് ടു കേവ്സിൽ പോയി. എത്രയാണ് വേണ്ട തിക്നെസ് നമുക്കറിയാം അല്ലേ. ഡിഫോൾട്ട് ബ്രഷിൽ നമ്മൾ 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെലക്ട് ചെയ്യുക, നമ്മൾ 2 വാല്യൂ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മോഡിഫൈയിൽ പോയി, കൺവേർട്ട് പോയി, നെർബ്സ് ടു പെയിന്റ് എഫക്ട് ടു പോളിഗൺ, പെയിന്റ് എഫക്ട് ടു പോളിഗണിൽ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. എന്തിനാറില്ലേ പെയിന്റ് കൺവേർട്ട് നമ്മൾ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്ത് പോളിഗൺ ആക്കിയാലേ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 2 സെലക്ട് ചെയ്തു. നമ്മൾ അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ബ്ലിൻഡ്, ഇതിന് 2 സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പൈൻ കൊടുക്കുക. കമ്പൈൻ കൊടുത്തതിന് ശേഷം എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണമല്ലോ, Ctrl+Shift+H. ഇനി എന്ത് ചെയ്യണം അറിയാം, അതൊക്കെ നമുക്ക് മനസ്സിലാവണം. കൺട്രോൾ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് വേണമെങ്കിൽ ഇതിനെ സ്കെയിൽ ചെയ്തു. ഈ 2 കേവില്ലേ നമുക്ക് ആവശ്യമില്ലല്ലോ, അതിന് 2 സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തത്. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ പോയി അറിയാലോ, Ctrl+D പ്രസ് ചെയ്യുക, സ്കെയിൽ ചെയ്തിട്ട് കുറച്ച് അടുത്ത് വെക്കുക. അപ്പം നോക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം ഇത് വരുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ സാധനം ഇതിൻ്റെ ഉള്ളിലായിരിക്കണം, ഇങ്ങനെ വേണം. കണ്ടില്ലേ, ഇത് ലോക്ക് പോലെ ഇങ്ങനെ ഉള്ളിലോട്ട് വരണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. Ctrl+D പ്രസ് ചെയ്തു, സ്കെയിൽ ചെയ്തു. ആദ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വേറൊന്നും വെക്കാൻ പറ്റും. Shift+D വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ല. ഓക്കെ, Ctrl+D Shift+D, ഇത്ര മതി കേട്ടോ. കണ്ടോ, ഈ ഭാഗം വേണ്ട, അതൊന്ന് ഒഴിവാക്കാം. അത്ര മാത്രം മതി. ഇനി എന്ത് ചെയ്യുക, ഇത്രയും ഭാഗത്തിന് സെലക്ട് ചെയ്യുക. ഇത് ഇവിടെ നമ്മൾ ആ കേവ്സിന് കിട്ടും, ആ കേവ്സിനെ ഡിലീറ്റ് ചെയ്യുക. കേവ്സ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ അതിൽ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുക, എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, മോഡിഫൈ പോയി, മോഡിഫൈ അല്ല, കമ്പൈൻ, ഇതിൽ പോയി കമ്പൈൻ ചെയ്യുക. മോഡിഫൈ പോയി സെൻറ്റർ ടു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ച് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഈ മടഞ്ഞെടുത്ത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടോ. കണ്ടോ, ഇങ്ങനെ മടഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരലില്ലേ, അതുപോലെ സെറ്റാക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടോ, ഒരു കൂട്ടം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മടഞ്ഞെടുത്തു ആ കൂട്ടേന. കണ്ടോ, ഇവിടെ അതിന്റെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പലതും നമ്മൾ ചെയ്തുണ്ടാക്കുന്നു. ഓക്കെ, ഇനിയിപ്പം ഇതിന്റെ ഒരു സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാട്ടോ. ഇതിൻ്റെ ഉള്ള മടക്ക് നിങ്ങൾ ചെയ്യാം. ഞാൻ എപ്പിസോഡ് നീട്ടുന്നില്ല, ആ മടക്കൊക്കെ ഉണ്ടാക്കി ഞാൻ നീട്ടുന്നില്ല. കാരണം കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു മടിയായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനത് നീട്ടുന്നില്ല. ഇനി ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ ഒരു പിടി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും കൂടി ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഹാങ് പോലെ തോന്നിയിരുന്നത്. ഓക്കെ, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക, കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയോ. ഇനി എന്ത് ചെയ്യണോ, ഇതിൻ്റെ ഒരു പിടി വരുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോവാം. ഇവിടെ നിങ്ങൾക്ക് സർക്കിൾ എടുക്കുക. സർക്കിൾ എടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിനോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കൊണ്ട് വെച്ചാലോ. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹാഫ് എനിക്ക് വേണ്ട. എങ്ങനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യും? നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ അറിയാലോ, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ.
കേവ് പോയിന്റ് എടുത്തിട്ട് ജസ്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ ഞാൻ കുറച്ച് ഉള്ളോട്ട് കൊടുക്കാം. ഇവിടെ അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഡിറ്റാച്ച് കേവ്. അപ്പൊ എന്തായി, ഇത് വേണ്ട, ഡിലീറ്റ് ചെയ്യാം. കണ്ടോ അല്ലേ? ഇനി എന്ത് ചെയ്യുന്ന പറയാം, നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോയി നമ്മളെ പെയിന്റ്, എല്ലാ പെയിന്റിൽ തന്നെ ഇവിടെ കേവ് യൂട്ടിലിറ്റീസിൽ പോയി നമ്മളിവിടെ പോയി എന്ത് ചെയ്തു, അറ്റാച്ച് ബ്രഷ് കേവ് കൊടുത്തു. ഇങ്ങനെ വന്നില്ലേ, കുറച്ചും കൂടി ഈസി അല്ലേ? മോഡിഫൈയിൽ പോയിട്ട് സെൻറ്റർ പോയിട്ട് കൊടുക്കാം കേട്ടോ. മോഡിഫൈ പോയി സെൻറ്റർ പിവറ്റ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഞാനിപ്പോൾ സെൻറ്റർ പിവറ്റ് കൊടുക്കുന്നില്ല, എനിക്ക് അവിടെ തന്നെ നിന്നോട്ടെ. ഇനി എന്ത് ചെയ്യുന്ന പറയാം, ഞാൻ ഇവിടെ പോയി മോഡിഫൈ പോയി കൺവേർട്ട് ചെയ്യുക അല്ലേ. കൺവേർട്ട് പെയിന്റ് എഫക്റ്റ് പോളിഗൺ, ഞാനിവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ആയില്ലേ? ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൺവേർട്ട് ചെയ്തതിന് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചിരുന്ന റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ, ഫേവറേറ്റ് മെറ്റീരിയൽ ബ്ലിന്നോട് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക, കോപ്പി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു 2 കോപ്പി എടുത്ത് കൺട്രോൾ ഡി. ഇവിടെ ഒന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ, കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഓൾ ടച്ച് കൺട്രോൾ ഡി. ഇവിടെ ഒന്ന് ഈ രണ്ടിന് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി, സ്കെയിൽ ചെയ്യുക. കണ്ടോ? അപ്പൊ അവിടെ തന്നെ വെച്ചാൽ ഒരു ഗുണമാകും. കണ്ടോ, ഉള്ളിലും ഇങ്ങനെ കിട്ടി. കണ്ടോ, ഈ ഒരു സ്റ്റൈല് നമുക്ക് വരക്കാൻ പറ്റും. കൺട്രോൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഈ ഒരു സ്റ്റൈല് നമുക്ക് കിട്ടും. ഓക്കെ, ഈ താഴെയുള്ള സാധനം ഏതാ നമ്മൾ എടുത്തിരിക്കുന്നത്? ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഹിസ്റ്ററി എഡിറ്റ് ചെയ്തിട്ടില്ലേ? അവിടെ എല്ലാം കറക്റ്റായിട്ടുണ്ടല്ലോ. ഉണ്ട്. കണ്ടോ, ബാസ്ക്കറ്റിന്റെ ഈ ഒരു ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിക്കനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ പോളി മോഡലിങ്ങിൽ പോയി ടോറസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോറസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ടോറസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയൊന്നും സെഗ്മെന്റ്സ് വേണ്ട. സോറി, ഇവിടെ 20 വേണം, ഇവിടെ 12 മതി. 8 മതി. ഓക്കെ, കണ്ടോ? ഇതിന് തന്നെ നിങ്ങൾക്ക് താഴെയും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതെല്ലാം എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളെ സ്റ്റൈലിൽ വേണം ചെയ്യാൻ. നിങ്ങളെ സ്റ്റൈലിൽ ചെയ്ത് നോക്കും. ഉണ്ടോ? ഓക്കെ, ഇവിടെ എല്ലാം കെട്ടുന്നെല്ലാം ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതിൽ ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഇതും ഈ മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. എനിക്ക് ചെറിയൊരു ഇതും കൂടി ഒരു പണിയും കൂടി ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. അതിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ഹെലിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്കിവിടെ ക്രിയേറ്റില് പോളിഗൺ പ്രിമിറ്റീവ്സിൽ ഇന്ററാക്റ്റീവ് ക്രിയേഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഹെലിക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിടാം. എന്നിട്ട് ഈ ഹെലിക്സിന് കുറച്ചൊന്ന് പൊന്തിച്ചു വെക്കാം ഇവിടെ. എന്നിട്ട് ടി പ്രസ് ചെയ്തിട്ട് നമ്മളെ കിട്ടുന്നതിൽ ഹൈറ്റ് എന്നതിൻ്റെ കൂട്ടാം, ഇങ്ങനെ പോട്ടെ. എന്നിട്ട് കോയിൽസ് ഇങ്ങനെ കൂട്ടാം. എത്ര കോയിൽസ് കൊണ്ടുവന്നാൽ അത്ര കോയിൽസ് നമുക്ക് ആഡ് ചെയ്യുക. ഹൈറ്റ് എത്ര പോട്ടെ, കോയിൽസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി നമ്മൾ
റൊട്ടേറ്റ് ചെയ്ത് ഈ ബാസ്ക്കറ്റിന്റെ ഈ പിടിയുടെ കണക്കായിട്ട് നമ്മൾ വെക്കും. ഇത്ര വേണ്ട, ഇത്രയും തിക്നെസ് വേണ്ട, ഇതിന് സ്കെയിൽ ചെയ്യുക. ഇത്ര തിക്നെസ് വേണ്ട, നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണ്ട പറഞ്ഞാൽ അത്രയും തിക്നെസ് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് അവിടെ വെക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതുപുത്തൻ അറിവുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ ഈ കാര്യത്തിലൊന്നും. നിങ്ങൾക്ക് ഇത്രയും നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ഇതെന്തിനാണ് ഈ ചാനലിൽ നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടി, കുറച്ച് ഈസി ലേൺ 3D മലയാളം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി മലയാളത്തിലെ കുറിച്ച് ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തു. ഒന്ന് കാണട്ടെ. ഹൈറ്റ് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുറത്തേക്ക് വരട്ടെ. എനിക്ക് അങ്ങനെ പറയും. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇത് എങ്ങനെ ബെൻഡ് ചെയ്യുക? ബെൻഡ് ചെയ്യാൻ നോൺ ലീനിയറിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഡബ്ല്യൂയിലൂടെ പോവുക, ഡിഫോമിൽ പോവുക, നോൺ ലീനിയറിൽ പോവുക. ഇവിടെ ബെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എ അടിക്കുക. നമ്മുടെ ചാനൽ ബോക്സിൽ ഇവിടെ കർവേച്ചർ ഉണ്ട്. കർവേച്ചർ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക. എന്താ രസമുണ്ടല്ലേ കാണാൻ, കണ്ടോ? അടിപൊളിയല്ലേ? ഞാൻ തന്നെ അടിപൊളി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അടിപൊളിയായിട്ട് തോന്നും. ഓക്കെ, കണ്ടോ? അപ്പം അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു സിലിണ്ടർ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ വരക്കുക, ഇവിടെ വെക്കുക. റൊട്ടേറ്റ് ചെയ്യുക. സിലിണ്ടറിന് എത്ര വേണം? നമുക്ക് ഹൈ ഇത് വേണ്ട അല്ലേ, നമ്മൾ ഇത്ര വേണ്ട. ഞാനിവിടെ 8 കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 8 മതി. ഹൈറ്റ് ഇത്ര വേണം, ഹൈറ്റ് ഇത്ര കൊടുക്കുക. എനിക്ക് സിക്വൻസ് വേണം, ഹൈറ്റ് സിക്വൻസ് വേണം. തിരിക്കണം. റേഡിയസ് ഇത്ര വേണ്ട, എനിക്ക് റേഡിയസ് ഇത്ര മതി. ഓക്കെ, റേഡിയസ് ഇത്ര മതി. ക്യാപ്പ് എനിക്ക് 0, ക്യാപ്പ് വേണ്ട. ക്യാപ്പ് നമുക്ക് ഇവിടെ തന്നെ ഒഴിവാക്കാം അല്ലേ, നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ? നമ്മൾ ക്യാപ്പ് ഒഴിവാക്കാൻ പഠിച്ചിരുന്നു, ഇവിടെ തന്നെ ഒഴിവാക്കാൻ പറ്റും. ക്യാപ്പ് അങ്ങനെ ഒഴിവാക്കണ്ട, നമ്മൾ എക്സ്ട്രൂഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ക്യാപ്പ് നമുക്ക് 2 രീതി ചെയ്യാൻ പറ്റും. എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്സെറ്റ് ഇങ്ങനെ വെച്ച് വീണ്ടും തിക്നെസ് കൊടുത്ത് വീണ്ടും ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. ഇത് ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് വേണ്ട, ഡിലീറ്റ്. ഓക്കെ, സെഗ്മെന്റ് ആവശ്യത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഡിഫോമിൽ നോൺ ലീനിയറിൽ പോയിട്ട് നമ്മൾ ബെൻഡ് ചെയ്യാം. കൺട്രോൾ എ എടുക്കുക, കൺട്രോൾ എ, കർവേച്ചർ ജസ്റ്റ് ഒന്ന് വേണ്ടി. ഓക്കെ, നമ്മളെ ക്രിയേറ്റിവിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാം. നിങ്ങളുടെ ഐഡിയയിലെല്ലാം നിറച്ച് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി വേണ്ട. ഓക്കെ, ഹിസ്റ്ററി പോകുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ സെലക്ട് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഇത് നമുക്കില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഔട്ട്ലൈനറിൽ പോയി ഇവിടുന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കിട്ടില്ല. ഡിറ്റാച്ച് ഇത് വേണ്ടല്ലോ, ഇതേതാ സാധനം? അത് വേണം. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഡിറ്റാച്ച് കേവ് 2-3 സാധനങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഞാൻ ഇതിനെ മൊത്തം അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം അങ്ങ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഞാനിങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തു. എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി പോയി. ഇനി എന്ത് ചെയ്യാം, ഇതിനെല്ലാം പിടിച്ച് ഞാൻ ഇതിനാ കമ്പൈൻ ചെയ്യുന്നില്ല. കാരണം ഈ ഭാഗത്തിന് നമ്മൾ സ്മൂത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ ഓരോന്നിനും നമ്മൾ സ്മൂത്ത് ചെയ്യുക. സ്മൂത്ത് ഉണ്ടോ, അത് സ്മൂത്തായി. ഇങ്ങനെ ഓരോന്നിനും സെലക്ട് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്യുക. ഈ ഒരു സിലിണ്ടറിന് ഈ ഒരു സിലിണ്ടർ 3 ഉണ്ട്. ഈ ഡിറ്റാച്ച് എന്ന് പറയട്ടെ, ഇതിനെ സ്മൂത്ത് ചെയ്യുക, ഇതിനെ സ്മൂത്ത് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ ഓരോന്നിനായിട്ട് സ്മൂത്ത് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം വരും, നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതിനെ സ്മൂത്ത് ചെയ്യുക, ഇതിനെ സ്മൂത്ത് ചെയ്യുക. സ്മൂത്ത് അറിയാമല്ലോ ഏതിലാന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസിൽ
റെൻഡറിങ് എഡിറ്റേഴ്സിൽ ഹൈപ്പർ ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആംബിയന്റ് ഒക്ലൂഷൻ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ആംബിയന്റ് ഒക്ലൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഒന്ന് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് മൊത്തം അങ്ങ് സെലക്ട് ചെയ്യുക, അതായത് ഇത് മൊത്തം അങ്ങ് സെലക്ട് ചെയ്യുക. നമ്മൾ വിൻഡോയിൽ ഔട്ട്ലൈനറിൽ മൊത്തം അങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ബ്ലിന് പുതിയത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ബ്ലിൻ വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ കളറ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാ കളർ വേണ്ട പറഞ്ഞാൽ ഇവിടെ കളർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ നമ്മളൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യാം കേട്ടോ. അത് ഏതോ ഒരു സാധനം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പോയില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു കൂട്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള നിങ്ങൾ കൂട്ടാന്ന് നമ്മളെ ഭാഷയിൽ പറയൂട്ടാ. നിങ്ങൾ ഇതുപോലുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, വർക്ക് ചെയ്യുക, നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നത്. സമയം ഒത്തിരി വൈകിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്കിനി വരാൻ പോകുന്നത് ഒരു കാർ മോഡലിംഗ് ആണ്. ഇനിയിപ്പം കാറ് കഴിഞ്ഞതിന് ശേഷം ഒരു വീട് നമ്മൾ ചെയ്യും. ഒരു വീട് ചെയ്യാൻ പറ്റും. ആ വീടും കൂടി ചെയ്താൽ ക്യാരക്ടർ മോഡലിംഗ്, പിന്നെ ടെക്സ്ചറിങ്, പിന്നെ ലൈറ്റിങ്, പിന്നെ നിങ്ങളെ ബാക്കിയുള്ള സിലബസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.